വധശ്രമ കേസിൽ ഒളിവിലെന്ന് പോലീസ് പറയുന്ന പ്രതിയെയും പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച CPIM പത്തനംതിട്ട കുമ്പഴയിൽ വെള്ളിയാഴ്ച നടന്ന പരിപാടിയിലാണ് മലയാലപ്പുഴ സ്വദേശി സുധീഷിനെ സ്വീകരിച്ചത്. SFI അനുഭാവികളായ 2 യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സുധീഷ്. CPIM സ്വീകരിച്ച കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രൻ ആണ് ഈ കേസിലെ 1ാമത്തെ പ്രതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. പ്രവീൺ, പത്തനംതിട്ടയിൽ ഈ വിധത്തിൽ നിരവധി ആളുകളെ CPIMലേക്ക് മാലയിട്ട് സ്വീകരിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഉദയഭാനു, ഒപ്പം മന്ത്രി വീണ ജോർജ് എല്ലാവരും ഉണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ച് അവരെ സ്വീകരിക്കുന്നു. പക്ഷേ SFIക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെയാണോ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചതെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. ബിനിൽ, നമ്മൾ സാധാരണയായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ മാറുന്നതൊക്കെ സ്ഥിരമായി കാണുന്നതാണ്. പലയിടങ്ങളിലും സ്വീകരണ സമ്മേളനങ്ങളൊക്കെ അവർക്ക് നൽകാറുണ്ട്. അത് കോൺഗ്രസിൽ നിന്നും CPMലേക്കും CPMൽ നിന്ന് കോൺഗ്രസിലേക്കും ഒരുപക്ഷെ BJPയിൽ നിന്ന് തിരികെ CPMലേക്കുമൊക്കെ ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെ കൊഴിഞ്ഞുപോക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തനംതിട്ട കുമ്പഴയിൽ വെച്ചാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ 62 യുവാക്കളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇതിൽ ആദ്യം വിവാദത്തിൽ ആയത് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ശരൺ ചന്ദ്രനെ ഈ പരിപാടിയിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം യദുകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ യദുകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പെട്ടതും പാർട്ടിക്ക് ക്ഷീണമായി. ഇപ്പോൾ 3ാമതായി സുധീഷ് എന്ന ചെറുപ്പക്കാരനെ പറ്റിയാണ് ഇപ്പോൾ പാർട്ടി പ്രതിരോധത്തിൽ ആയിരിക്കുന്നത്. 2023 നവംബറിൽ പത്തനംതിട്ട നഗരത്തിലെ സമീപ പ്രദേശമായിട്ടുള്ള മേലെ വെട്ടിപ്പുറത്ത് വെച്ച് 2 യുവാക്കൾ കാറിലെത്തുകയും അവിടെ വെച്ച് അവർ സെൽഫി എടുക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. രാത്രി 11:55 കൂടിയാണ് ഈ സംഭവം നടന്നത്. ആ 2 ചെറുപ്പക്കാരെ സെൽഫി എടുക്കാൻ അനുവദിച്ചില്ല ഏതാനും മറ്റ് ചെറുപ്പക്കാർ. അത് ഈ ശരൺ ചന്ദ്രനും കൂട്ടരുമായിരുന്നു. ശരൺ ചന്ദ്രൻ ആദ്യം ഈ 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഒപ്പം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന സുധീഷും മറ്റു കൂട്ടാളികളും ചേർന്ന് ഈ 2 യുവാക്കളെ തലയിലും ഒപ്പം തന്നെ മുഖത്തും നടുവിനുമൊക്കെ ശരീരമാസകലം മർദ്ദിച്ചു. അത് പിന്നീട് പോലീസ് കേസാകുന്നു. ഈ കേസിൽ ശരൺ ചന്ദ്രനായിരുന്നു 1ാം പ്രതി. ഈ സുധീഷ് 4ാം പ്രതിയാണ്. ശരൺ ചന്ദ്രൻ പക്ഷേ ഈ കേസിൽ ജാമ്യം എടുത്തിരുന്നു. പോലീസ് പക്ഷേ ഈ സുധീഷിനെ അന്വേഷിച്ചിരുന്നു. എറണാകുളത്തേക്ക് സുധീഷ് കടന്നു കളഞ്ഞുവെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരുന്നത്. പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ പോലീസ് പറയുന്നത് സുധീഷ് ഒളിവിലാണ് എന്നാണ്. ഈ ഒളിവിലുള്ള സുധീഷാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച CPIM ജില്ലാ നേതൃത്വം ഒരുക്കിയ പരിപാടിയിൽ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി വന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഫോട്ടോകളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തോടെയാണ് ഇപ്പോൾ CPIM പ്രതിരോധത്തിലായിരിക്കുന്നത്. ഇങ്ങനെ പാർട്ടിയിലേക്ക് ചേർന്ന 62 യുവാക്കളിൽ 3 പേർ ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ തന്നെ ഈ കഞ്ചാവ് കേസിൽപ്പെട്ട യദുകൃഷ്ണൻ ഏതായാലും തന്നെ കഞ്ചാവുമായി പിടികൂടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ബിനിൽ സൂചിപ്പിച്ചതുപോലെ എന്തായാലും പാർട്ടി ഈ മാലയിട്ട് സ്വീകരിച്ചിട്ടുള്ള മന്ത്രിയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ മാലയിട്ട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ കേസിന്റെ പശ്ചാത്തലങ്ങൾ ഉൾപ്പെടെ വലിയ തലവേദനയാവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ കാപ്പ കേസ് പ്രതിയാണ്, മറ്റൊരാളെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നു. ഇപ്പോഴിതാ SFI പ്രവർത്തകരെ തന്നെ ആക്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്ന വ്യക്തിയെയാണ് CPIM ജില്ലാ സെക്രട്ടറി മാലയിട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി കൂടുതൽ വിശദീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.